ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് പുതിയൊരു വ്ളോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞായറാഴ്ചയല്ലേ, രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ചങ്ങ് നിന്ന് നേരെ പിന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടെ രാവിലെ കാപ്പിക്ക് ദോശയാക്കാൻ വെച്ച്. ദോശമാവ് 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുക, ഇന്ന് കൊണ്ട് തീരും കേട്ടോ. അപ്പോൾ കുട്ടി ദോശ ചുടാന്ന് വെച്ചാൽ അപ്പം പുട്ടൂനും കിട്ടൂനൊക്കെ കുട്ടി ദോശ മതി കേട്ടോ. അങ്ങനെ അത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചുട്ടെടുത്ത് 2 പേർക്കും കൂടെ കഴിക്കാനായിട്ടാണ് കൊടുത്തത് കേട്ടോ. 2 പഞ്ചസാര ഇട്ടാൽ കൊടുത്തത്, കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പം കഴിക്കാനാണ് ഞാൻ കൊടുത്തത്. അതിന് ശേഷം പിന്നെ 2 കൂടെ ഉപ്പുമുളകാണ് ഞാൻ കൊച്ചു തീവൻ വെച്ച് കൊടുക്കത്തില്ല കേട്ടോ. ഉപ്പുമുളകിൻ്റെ ഭയങ്കര അഡിക്റ്റ് 2. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴിവായിട്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ അരി അടപ്പിടാന്ന് വെച്ച്. അപ്പോൾ അരിയൊക്കെ എടുത്ത് ഞാൻ ഒന്നര നാഴിയൊക്കെ ഇടും കേട്ടോ. അത് തന്നെ ഇവിടെ അധികവും നല്ല കഴുകി ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അങ്ങ് അടുപ്പിലോട്ടങ്ങ് വെച്ച് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ കറി വെക്കാനുള്ള പരിപാടിയായിരുന്നു. കറി എന്താ വെക്കണമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ വിചാരിച്ച് പോയി തൂത്തിട്ടൊക്കെ വരാമെന്ന്. പോയി തൂത്ത് എല്ലാമൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതിന് ശേഷം 2 പേരെയും കുളിപ്പിച്ചെടുക്കാന്ന് വെച്ച് കുളിപ്പിച്ച് 2 പേർക്ക് അപ്പം പിരി എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെ 2 പേർക്ക് ഹൈബ്രോ പെൻസിൽ വെച്ച് പിരി എഴുതി കൊടുത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടം കേട്ടോ പിരിയൊക്കെ എഴുതുന്നത്, പക്ഷെ ഞാൻ അങ്ങനെ എഴുതി കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ 2 പേർക്ക് എഴുതി കൊടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ കറി വെക്കാൻ വേണ്ടി സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ വെക്കണോ ഒഴിക്കാൻ വെക്കണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ സാമ്പാർ വെക്കാൻ അങ്ങ് തീരുമാനിച്ചു കേട്ടോ. അതിന് മുന്നേ പിന്നെ അരിയൊക്കെ വെന്ത് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അരിയും കൂടെ അങ്ങ് അടച്ചിടാമെന്ന് വെച്ചു. അരിയല്ല, ചോറും കൂടെ അടിച്ചങ്ങ് ഇട്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ശരിയാക്കാമെന്ന് വെച്ചു. പിന്നെ ഫ്രിഡ്ജിലുള്ള മണക്കയൊക്കെ എടുത്ത് സാമ്പാറിന് ആവശ്യത്തിന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. വെള്ളരിങ്ങയും പിന്നെ മത്തങ്ങയും ഉള്ളിയും കായും എല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ എല്ലാം ചെറുതായിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളാക്കി അരിയാന്ന് വെച്ചിട്ട് എല്ലാം ക്ലീനാക്കി 2 പേരും അടുത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അരിയെ സമ്മതിക്കത്തില്ല, പിച്ചാത്തിയും കൊണ്ട് 2 കൂടെ നിൽക്കും, ഞാൻ അരിയാന്നും പറഞ്ഞ്. പിന്നെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ആക്കാനൊക്കെ വെച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിച്ചാത്തിയും കൊണ്ട് വന്ന് നിൽക്കും കേട്ടോ. ഞാൻ പിന്നെ ഒട്ടിച്ചു വിട്ടു 2 പേരെ. അങ്ങനെ ഈ കായ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ, നേരത്തെ കായയുടെ തൊലി ഞാൻ അരിഞ്ഞെടുക്കുക ചേട്ടാ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ ചെത്തി ഇങ്ങനെ ഇരിഞ്ഞെടുക്കാൻ തുടങ്ങി കേട്ടോ. കൊള്ളാം അങ്ങനെ ഇരിഞ്ഞെടുക്കുമ്പോൾ അല്ലേ. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്ന് വെച്ച് ചെറുതായിട്ട് കുരുകുനാ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ചും ഒരു സാമ്പാറൊക്കെ അല്ലെങ്കിൽ അധികം പിന്നെ പിറ്റേനും കൂടെ എടുത്ത് ഞാൻ ചൂടാക്കി 2 വരും കേട്ടോ. അങ്ങനെ പിന്നെ സാമ്പാറൊക്കെ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ കുക്കറിൽ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുക്കർ കഴുകി എടുത്തായിരുന്നു കേട്ടോ. ഈ കുക്കറിൽ തന്നെയാണ് ചോറല്ല സോറി സാമ്പാറും കൂടെ വെക്കുന്നത് കേട്ടോ. പിന്നെ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു, നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കരണ്ടും കൂടെ പോകുമായിരുന്നു, അതുകൊണ്ട് തോരൻ ക്യാൻസലാക്കി. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ കുക്കറിലോട്ടിട്ട് പരിപ്പ് ഇട്ട് ഒരു 3 വിസിൽ വരുന്നതിന് വേവിച്ചെടുത്ത കേട്ടോ. അതിനുശേഷം പിന്നെ കടുക് വറുത്ത് സാമ്പാർ അടുപ്പിലോട്ടാക്കി കൊടുത്തു. സാമ്പാർ പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട് സാമ്പാർ റെഡി. പിന്നെ ബുൾസൈ അടിക്കാൻ വെച്ച്, ബുൾസൈയല്ല മുട്ട പൊരിക്കാൻ വെച്ച് മുട്ടയും പൊരിച്ച് ചോറ് ഇന്നത്തെ ചോറ് ഇത്രയേ ഉള്ളൂ കേട്ടോ.